Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിൻ്റെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഡെറിവേഷനാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യത്തെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, കൊളീഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുക, അതായത് തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന പ്രോസസ്സാണ് അല്ലേ കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളീഷൻസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ, അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞ് 3 ടൈപ്പ് ഓഫ് കൊളീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ, അതുപോലെ തന്നെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അത് എങ്ങനെയാണ് ഇപ്പോൾ കൊളീഷൻ നമ്മൾ എവിടെയൊക്കെയാണ് കാണുന്നത്? അതായത് ചില ആറ്റോമിക് പാർട്ടിക്കിൾസിനിടയ്ക്ക് നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളല്ല അല്ലേ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ കൊളൈഡ് ചെയ്യുന്നത് കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു കൊളീഷനാണ് നടക്കുന്നത്. ഇനി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ കൊളീഷൻസ് എവിടെ കാണുന്നത്? നമ്മൾ ഒരു ക്യാരംസ് കളിക്കുന്ന സമയത്തൊക്കെ, ഒരു ക്യാരംസിൽ തട്ടുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു കൊളീഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കൊളീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ, എന്താണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ഡെറിവേഷനും ചെയ്ത് നോക്കാം. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്, ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്. അതായത് ഇലാസ്റ്റിക് കൊളീഷൻ്റെയും ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, അവയുടെ ഡിഫറൻസ് തന്നെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ 2 തരത്തിലുള്ള കൊളീഷൻസ് നമ്മൾ പറഞ്ഞു, ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ആദ്യം ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസ് ഒന്ന് നോക്കി നോക്കാം. ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് അത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ്, ആറ്റംസ് ഇവ തമ്മിലുണ്ടാവുന്ന കൊളീഷൻ, അല്ലെങ്കിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാവുന്ന കൊളീഷൻസ്. അപ്പോൾ ആ കേസിൽ എന്താണെങ്കിൽ ഓർത്തിരിക്കേണ്ടത് മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഇനി മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. ഇനി അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അതായത് ഫോഴ്സസ് ഇൻവോൾവ് ഡ്യൂറിങ് കൊളീഷൻ ആർ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആണ്. അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റിനെയും ഫൈനൽ പോയിൻറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും അല്ലേ, എങ്ങനെയാണ് അത് വരുന്നത്? അതായത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഇവയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് എങ്ങനത്തെ പാത്തിലൂടെ പോകുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ നോൺ കൺസർവേറ്റീവിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അത് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അതായത് അത് പോകുന്ന എല്ലാ പാത്തിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ. അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്, അത് നോൺ കൺസർവേറ്റീവ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആണ്. ഇനി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് കൊളീഷൻസ് ബിറ്റ്വീൻ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ കൊളീഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് എല്ലാം എന്താണ്, ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്തിരിക്കുക. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. മാത്രമല്ല ഫോഴ്സസ് എന്താണ്, കൺസർവേറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ആ ഡിഫറൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് ഡെറിവേഷൻ ചെയ്യുമ്പോഴും ആവശ്യമാണത്. അതായത് ഇൻഇലാസ്റ്റിക്കിൻ്റെ കേസിൽ മൊമെൻറ്റം മാത്രമാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്, കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഡ് ത്രോൺ ഓൺ എ വാൾ. അതുപോലെ തന്നെ എനി കൊളീഷൻ ബിറ്റ്വീൻ മാക്രോസ്കോപ്പിക് ബോഡീസ് ഇൻ എവരിഡേ ലൈഫ്. അതായത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിലുണ്ടാവുന്ന ഏത് കൊളീഷനും എന്തിന് എക്സാമ്പിളാണ്, ഇൻഇലാസ്റ്റിക് ആണ്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒബ്ജക്ട്സ് ആണ്, മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ വലിയ ഒബ്ജക്ട്സ്. അപ്പോൾ അവ തമ്മിലുണ്ടാവുന്ന എല്ലാ കൊളീഷൻസും എന്തിന് എക്സാമ്പിളാണ്, ഇൻഇലാസ്റ്റിക്കിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മൊമെൻറ്റം മാത്രമാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
ഇവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. പിന്നുള്ളത് എന്താണ്? ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. എന്നാൽ ഫോഴ്സസ് ഇൻവോൾവ്ഡ് ആർ നോട്ട് കൺസർവേറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ കൺസർവേറ്റീവ് അല്ല, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ഡെറിവേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ഷോ ദാറ്റ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. അതായത് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷനാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റി, അതായത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും സെയിം ആണെന്നുള്ളതാണ്, അതായത് ഈക്വൽ ആണെന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്? വൺ ഡയമെൻഷൻ ആകുമ്പോൾ എന്തായിരിക്കണം? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എന്തായിരിക്കണം? അലോങ് ദ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും, അതായത് വെലോസിറ്റീസ് എങ്ങനെയാണ്? u1 u2 ആണ്. അതായത് m1 m2 മാസുള്ള രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, അവ തമ്മിലാണ് കൊളൈഡ് ചെയ്യുന്നത്. അവയുടെ വെലോസിറ്റീസ് ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് u1 u2 ആണ്. ആഫ്റ്റർ കൊളീഷൻ എന്തായിട്ട് മാറും? v1 v2 ആയിട്ട് മാറും. മാസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? ഇല്ല, കാരണം കൊളൈഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മാസിന് വ്യത്യാസം വരുന്നില്ല. പക്ഷേ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ u1 u2 എന്നുള്ളത് v1 v2 ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രം കാണിച്ചിട്ടുള്ളത്. ഇവ എങ്ങനെയാണ്? എലോങ് എ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വൺ ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷനാണ്. ഇതിൽ സ്റ്റെപ്സ് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. ഒന്ന് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? രണ്ട് മാസസാണ്, m1 m2 എന്ന് പറയുന്ന രണ്ട് മാസസാണ്. അവയുടെ വെലോസിറ്റീസ് u1 u2 ആണ് എന്ന് പറഞ്ഞു. കൊളീഷന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റീസ് എങ്ങനെയാണ്? v1 v2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു കൊളീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലാസ്റ്റിക് കൊളീഷനാണ് തന്നിട്ടുള്ളത്, അല്ലേ? ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷനാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ പറഞ്ഞതാണ്, ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്? യെസ്, ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എളുപ്പമുള്ള ക്വാണ്ടിറ്റി ചെയ്യാം, അതായത് ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്നുള്ള കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. സോ ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതായത് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആണ്. അപ്പോൾ ഓരോ കേസിൽ, അതായത് മാസ് m1ൻ്റെ കേസിലുണ്ടാകുന്ന മൊമെൻറ്റം, m2ൻ്റെ കേസിലുണ്ടാകുന്ന മൊമെൻറ്റം, അത് രണ്ടൊന്ന് കണ്ടു നോക്കാം, അല്ലേ? അപ്പോൾ ബിഫോർ കൊളീഷൻ എന്താണ് വരിക? m1 u1 ആണ്, അല്ലേ? അതായത് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. സോ m1 u1 പ്ലസ് m2 u2, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? m1 v1 പ്ലസ് m2 v2 ഈക്വൽ ആണെന്ന് എഴുതാം. ഇനി ചെയ്യേണ്ടത് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് m1ൻ്റെ ടേംസിനെ ഒരു ഭാഗത്തേക്ക് എഴുതുക, m2ൻ്റെ ടേംസിനെ അടുത്ത, അതായത് RHSലേക്ക് മാറ്റി എഴുതുക. അത്രേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ എങ്ങനെ കിട്ടും? m1 u1, പിന്നെ ഏതാണ് m1ൻ്റെ ടേം ഉള്ളത്? m1 v1 ഉണ്ട്. സോ മൈനസ് m1 v1 ദാറ്റ് ഈസ് ഈക്വൽ ടു m2 v2. ഇവിടുത്തെ ടേം എന്ത് വരും? m2 u2 എന്ന് പറയുന്ന ടേം RHSലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവായി. സോ m2 u2 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ഇക്വേഷൻ എന്തായിട്ട് മാറി? m1 u1 മൈനസ് m1 v1 ഇസ് ഈക്വൽ ടു m2 v2 മൈനസ് m2 u2 എന്ന് കിട്ടി. ഇനി അതിൽ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും പുറത്തെടുക്കാൻ പറ്റുമോ നോക്കി നോക്കൂ. യെസ്, m1 എന്ന് പറയുന്നത് കോമൺ അല്ലേ LHSൽ? അപ്പോൾ ഇന്ന് m1 എടുത്തു കഴിഞ്ഞാൽ m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? m2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് എഴുതാം. അതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് ആണ്. അപ്പോൾ മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആണ്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. അത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. അപ്പോൾ അടുത്ത കേസിൽ എന്താണ്? കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ്, അല്ലേ? അപ്പോൾ ബിഫോർ കൊളീഷൻ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജീനെ എങ്ങനെ എഴുതാം? അതായത് m1 u1 അതുപോലെ തന്നെ m2 u2 ആണ് അതിൻ്റെ മാസും വെലോസിറ്റി. അപ്പോൾ എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഹാഫ് ഇൻറ്റു m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 u2 സ്ക്വയർ, അല്ലേ? ബിഫോർ കൊളീഷൻ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ് അത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 v2 സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റിനെ നമ്മൾ v ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ യുവിൻ്റെ, അതായത് m1ൻ്റെ ടേമിനെ ഒരു ഭാഗത്തേക്ക് LHSലേക്ക് നിർത്തുക,
M2ൻ്റെ ടേമിനെ RHSലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു M1U1² മൈനസ് ഹാഫ് ഇൻറ്റു M1V1². ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M2V2² മൈനസ് ഹാഫ് ഇൻറ്റു M2U2² എന്ന് എഴുതാം. ഇനി ഇതിൽ ഹാഫ് എം കോമൺ ആണല്ലോ, അതിനെ ഒന്ന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം ഏതൊക്കെയാണ് നോക്കി നോക്കൂ. ഹാഫ് M1 ഇൻറ്റു U1² മൈനസ് V1². ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് M2 ഇൻറ്റു V2² മൈനസ് U2² എന്ന് എഴുതാമല്ലോ. ഇനി ആ ടേംസിൽ ഹാഫ് രണ്ട് ടേമിലും ഉണ്ട് അല്ലേ, ഒരുപോലെ വരുന്നതാണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അടുത്തത് ബാക്കി ഇക്വേഷൻ എങ്ങനെ എഴുതാം? M1 ഇൻറ്റു U1² മൈനസ് V1². ദാറ്റ് ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു V2² മൈനസ് U2² എന്ന് എഴുതാം. ഇതിന് നാലാമത്തെ ഇക്വേഷനായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ, അതായത് M1ൻ്റെ ടേം വെച്ചുകൊണ്ട് കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് M1 ഇൻറ്റു U1 മൈനസ് V1 ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2 എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ വരിക നോക്കി നോക്കൂ. M1 ഇൻറ്റു U1² മൈനസ് V1² ബൈ M1 ഇൻറ്റു U1 മൈനസ് V1 ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു V2² മൈനസ് U2² ബൈ M2 ഇൻറ്റു V2 മൈനസ് U2 എന്ന് വരും. അവിടെ കോമൺ ആയിട്ടുള്ള ടേംസ് ഏതെങ്കിലും വരുന്നുണ്ടോ? യെസ്, അതായത് ഏതാ വരുന്നത്? M1 ക്യാൻസൽ ചെയ്ത് പോവും, M2 ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെയാണ്? U1² മൈനസ് V1² ബൈ U1 മൈനസ് V1. ദാറ്റ് ഈസ് ഈക്വൽ ടു V2² മൈനസ് U2² ബൈ V2 മൈനസ് U2 ആണ്. ഇനി U1² മൈനസ് V1² എന്ന് പറഞ്ഞാൽ അത് A² മൈനസ് B² ഫോമിലല്ലേ. അപ്പോൾ അതിനെങ്ങനെ എഴുതാൻ പറ്റും? A+B ഇൻറ്റു A മൈനസ് B ഫോമിലേക്ക് മാറ്റാലോ. സോ U1 പ്ലസ് V1 ഇൻറ്റു U1 മൈനസ് V1 ഡിവൈഡഡ് ബൈ U1 മൈനസ് V1 ഇസ് ഈക്വൽ ടു, അടുത്ത കേസും അതേപോലെ എഴുതാലോ, A+B ഇൻറ്റു A മൈനസ് B ഫോമിൽ എഴുതാലോ. സോ V2 പ്ലസ് U2 ഇൻറ്റു V2 മൈനസ് U2 ഡിവൈഡഡ് ബൈ V2 മൈനസ് U2 എന്ന് വരും. ഇനി ഏതെങ്കിലും കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ. യെസ്, ഏതാ വരുന്നത്? U1 മൈനസ് V1 ബൈ U1 മൈനസ് V1 രണ്ടും ക്യാൻസൽ ചെയ്ത് പോവാം. ഓക്കെ, ഇനി LHSലും RHSലും അതുപോലെ തന്നെ സിമിലർ ടേംസ് വരുന്നുണ്ട് അല്ലേ. അത് ഏതാ വരുന്നത്? V2 മൈനസ് U2 ബൈ V2 മൈനസ് U2 വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ടേംസ് ഏതൊക്കെയാണ്? U1 പ്ലസ് V1 ഇസ് ഈക്വൽ ടു V2 പ്ലസ് U2 ആണ്. ഇനി അതിനെ ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റീസിനെയും ഫൈനൽ വെലോസിറ്റിനെയും ഒന്ന് മാറ്റി എഴുതാമല്ലോ. അപ്പോൾ എന്താ കിട്ടുക? U1 മൈനസ് U2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് V1 മൈനസ് V2 എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് എന്താ മനസ്സിലാവുന്നത്? റിലേറ്റീവ് വെലോസിറ്റി, അതായത് ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനാണ്. അവിടെ നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ചെയ്യണം, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ചെയ്യുക. ഇനി അതിന് കിട്ടുന്ന രണ്ട് ഇക്വേഷൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? M1ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതണം, ദെൻ M2ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതി. അപ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് M1 ഇൻറ്റു U1 മൈനസ് V1 ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2. ഇനി അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ചെയ്യണം. അതിലെന്താണ് ചെയ്യുന്നത്? ഹാഫ് കട്ട് ചെയ്ത് പോവും. അതുപോലെ തന്നെ M1ൻ്റെ ടേം M2ൻ്റെ ടേം ഒരുമിച്ച് എഴുതി. ഇനി ആ കിട്ടുന്ന ഇക്വേഷനെയും ഫസ്റ്റ്, അതായത് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ കിട്ടിയ ഇക്വേഷനെ തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്യണം. സിമിലർ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഡെറിവേഷൻ. ഒന്ന് ശ്രദ്ധിച്ച് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ചാപ്റ്ററിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. സാധാരണ അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അതായത് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ 1 ഡയമെൻഷനാണ് സാധാരണ ചോദിക്കാറുള്ളത്. എന്നാലും 2 ഡയമെൻഷൻ കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഫോർ ഇലാസ്റ്റിക് കൊളീഷൻസ് ഓഫ് മൂവിങ് മാസ് M1 വിത്ത് ദ സ്റ്റേഷനറി മാസ് M2 റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ മൊമെൻറ്റം കൺസർവേഷൻ ആൻഡ് കൈനറ്റിക് എനർജി കൺസർവേഷൻ. അതായത് ഇവിടെ M1 മാസുള്ള ഒരു ഒബ്ജക്റ്റാണ് മൂവ് ചെയ്യുന്നത്, M2 റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ M2ൽ വന്നിട്ട് M1 കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും M1 എന്ന് പറയുന്നതിൻ്റെ വെലോസിറ്റി U1 ആണ്, M2 റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ M1 വന്ന് M2ൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത്
എന്ത് ചെയ്യുന്നുണ്ട്, അത് രണ്ട് ഡയറക്ഷനിലേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ M1 ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്, M2 മറ്റൊരു ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റീസ് എന്തായിട്ട് മാറുന്നുണ്ട്, V1ഉം V2 ആയിട്ട് മാറുന്നുണ്ട്. ഇനി അവയെ നമുക്ക്, അതായത് ദാറ്റ് വിൽ ബി അലോങ് ദ ഡയറക്ഷൻസ് ഓഫ് θ1 ആൻഡ് θ2, അതായത് രണ്ട് ആംഗിൾസ് നമുക്കിവിടെ കാണാൻ കഴിയും, θ1 θ2 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ, അതായത് V1നെയും V2നെയും നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാം. അതായത് V1 cos θ1 അതുപോലെ തന്നെ V2 cos θ2, അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നതാണ് V1 cos θ1ഉം V2 cos θ2ഉം. അതേപോലെ തന്നെ V1 sin θ1ഉം V2 sin θ2ഉം y ആക്സിസിന് പാരലലാണ്. അപ്പോൾ y കമ്പോണൻസ് ആണ് വരുന്നത്, അതായത് സൈൻ കമ്പോണൻസ്. ഇനി നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എങ്ങനെ എഴുതാൻ നോക്കാം. എക്സ് ഡയറക്ഷനിൽ ഏത് കമ്പോണൻ്റാണ് വരുന്നത്, ബിഫോർ കൊളീഷൻ, യെസ് M1ഉം U1ഉം ആണ് വരുന്നത് അല്ലേ. അപ്പോൾ M1 U1 പ്ലസ് U2ൻ്റെ ടേം ഇല്ലാത്തതിന് കാരണം എന്താണ്, U2 അവിടെ M2 റെസ്റ്റിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടേം 0 ആണ്. അപ്പോൾ M1 U1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എക്സ് ഡയറക്ഷനിലാവുമ്പോൾ പാരലായിട്ടുള്ള കമ്പോണൻറ്റ്, എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള കമ്പോണൻറ്റ് മാത്രം മതി. അത് ഏത് കമ്പോണൻ്റാണ്, കോസ് കമ്പോണൻ്റാണ് എക്സ് ആക്സിസിൽ വരുന്നത് അല്ലേ. ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. സോ എങ്ങനെ എഴുതാം, M1 V1ൻ്റെ സ്ഥാനത്ത് എന്താണ്, V1 cos θ1 പ്ലസ് M2 V2 cos θ2 എന്ന് എഴുതാം. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ. ഇനി വൈ ഡയറക്ഷനിലാവുമ്പോൾ എങ്ങനെ എഴുതാം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ വൈ ഡയറക്ഷൻ. അതായത് വൈ ഡയറക്ഷനിൽ ഇവിടെ ഇനീഷ്യലി ഏതെങ്കിലും കമ്പോണൻ്റ് ഉണ്ടോ, ഇല്ല, അത് 0 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, y കമ്പോണൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ M1 V1 sin θ1 മൈനസ് M2 V2 sin θ2, അത് രണ്ടും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. സോ M1 V1 sin θ1 മൈനസ് M2 V2 sin θ2 എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ y ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്, കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ ആണ്. കൈനറ്റിക് എനർജി എന്താണ്, ബിഫോർ കൊളീഷൻ എന്താണ് വരുന്നത്, ഹാഫ് M1 U1 സ്ക്വയർ ആണ്, U2 അവിടെ ഇല്ല, മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫ് M1 U1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ എന്നുള്ളതാണ് കിട്ടുക. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ്, ഡെറിവേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.